കൂടെ കൂട്ടിയവരാ. സംഗീത പുസ്തകത്തിൽ 41 അധ്യായത്തിൽ 9 ലിഖിതം, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണ സ്നേഹിതൻ പോലും എനിക്കെതിരെ കാലുയർത്തിയിരിക്കുന്നു. എനിക്കെതിരെ കാലുയർത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രിയപ്പെട്ടവർ നമ്മൾക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം, വിശ്വസിച്ച് കൂടെ നിർത്തിയിരിക്കുന്നവർ നമുക്ക് ഏൽപ്പിക്കുന്ന പ്രഹരം, അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അത് നമ്മുടെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായിരിക്കും. നമ്മൾ പ്രിയപ്പെട്ട ജീവിത പങ്കാളിയുടെ ചതിയോ വഞ്ചനയോ, അതിൽ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവർ കാണിക്കുന്ന അവിശ്വസ്തത, ഒരാളെയോ, അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും അവർക്ക് താങ്ങാൻ പറ്റില്ല. അവരുടെ ഹൃദയം തകർന്നു പോകും. അതുപോലെ മക്കൾ, മാതാപിതാക്കൾ ചിന്തിക്കും, മക്കൾ എൻ്റെ ഒപ്പം ഉണ്ടാവും. എൻ്റെ ശിഷ്ടകാലം മക്കളുടെ തണലിൽ ജീവിക്കാൻ വേണ്ടി മക്കളെ സ്നേഹത്തോടെ വളർത്തിക്കൊണ്ടുവരും. എന്നാൽ അവർ ചിലപ്പോൾ മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കില്ല, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ആ മാതാപിതാക്കൾക്കുണ്ടാകുന്ന വേദന, പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് ആ വേദന അവർക്ക് ഒരു രോഗമുണ്ടായാലോ, അല്ലെങ്കിൽ ശരീരത്തിൽ മുഴുവൻ വ്രണം ബാധിച്ച് ചലമൊക്കെ ഒഴുകി, ബ്ലഡും ചലമൊക്കെ ഒഴുകി അതിശക്തമായ വേദനയുണ്ടെന്ന് വിചാരിച്ചു, അതൊക്കെ അവർക്ക് താങ്ങാൻ പറ്റും, ആ സഹനം അവർക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ മക്കളും പ്രിയപ്പെട്ടവരും വിശ്വസിച്ചവരും ഏൽപ്പിക്കുന്ന മുറിവ്, അത് ആഴത്തിൽ നമ്മളെ വേദനിപ്പിക്കും. അത് കർത്താവ് കുരിശ് ചുമന്നുകൊണ്ട് കാവലേരി മലയിലേക്ക് കയറുമ്പോൾ കർത്താവിന് ആ കുരിശ് ചുമക്കുന്നത് കൊണ്ടോ ചമ്മട്ടിയടിയുടെ വേദനയോ അതല്ല കർത്താവിൻ്റെ വേദന. ആ കർത്താവിൻ്റെ വേദന തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം വിട്ടിട്ട് പോയി, എല്ലാവരും ഇട്ടിട്ട് പോയി. സംഗീത പുസ്തകത്തിൽ 55 അധ്യായത്തിൽ 12-13 നിങ്ങൾ, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരവും പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്ന് മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതമായിരുന്ന നീ തന്നെ അത് ചെയ്തു, നീ തന്നെ അത് ചെയ്തു. ആ കർത്താവ് ചോദിക്കുന്നുണ്ട്, യുദാസേ നീയും, യുദാസേ നീയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിന് വേദനയാണ്. അത് എന്താ, യുദാസ് എത്രയോ നല്ല കാര്യങ്ങൾ പറഞ്ഞു. നർദീൻ തൈലം പാപിനിയായ സ്ത്രീ ഈശോയുടെ പാദത്തിങ്കൽ കണ്ണീര് കൊണ്ട് കഴുകിയ നർദീൻ തൈലം ഈശോയെ പൊതിയുമ്പോൾ യുദാസ് പറയുന്നുണ്ട്, വലിയൊരു വാക്യമൊക്കെ പറയുന്നുണ്ട്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാം. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ്റെ ഹൃദയം, അവൻ്റെ വാക്കുകൾ കുത്തി നന്മയുള്ള വെണ്ണ പോലത്തെ വാക്കുകൾ. പത്രോസ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ സമയം നിന്റെ കൂടെ ഉണ്ടാവും. അവരെല്ലാം വാക്കുകൾ തേനായിരുന്നു. പക്ഷേ എന്താ പറ്റി? സംഗീത പുസ്തകം 55:21, അവൻ്റെ സംസാരം വെണ്ണയേക്കാൾ മൃദുലമായിരുന്നു, പക്ഷേ അവൻ്റെ ഹൃദയത്തിലെ പടയൊരുക്കം, അവൻ്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയവുള്ളവ, എന്നാൽ അവ ഉറയൂരിയ വാളുകളായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളത് ഇതുപോലെ തന്നെ ഇപ്പോഴീ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് പലരിൽ നിന്നും പല കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കും. പ്രിയപ്പെട്ടവരും വിശ്വസിച്ചവരും കൂടെ നിർത്തിയവരും ചേർത്ത് പിടിച്ചവരും അവരൊക്കെ ചിലപ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അത്തരത്തിൽ വേദനിക്കുന്നവരോട് കർത്താവ് എന്ന് പറയാണ്, എൻ്റെ വേദന ഇതായിരുന്നു, എന്നാൽ ഞാനത് എല്ലാം സഹിച്ചു, അതെല്ലാം എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കാഴ്ചവെച്ചു, അവിടുന്ന് എനിക്ക് ആശ്വാസം നൽകി. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയാണ്, ഇത്തരത്തിൽ വേദന അനുഭവിക്കുന്നവരെല്ലാം ഇന്ന് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് ആ വേദനകൾ നിങ്ങൾ എൻ്റെ സന്നിധിയിൽ ഇറക്കി വെക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആശ്വാസമായി പരിശുദ്ധാത്മാവിനെ നൽകും. അവൻ നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കും, അവൻ നിന്റെ വേദന ഏറ്റെടുക്കും, അവൻ നിങ്ങളെ ചേർത്ത് പിടിക്കും, ആശ്വസിപ്പിക്കും, സമാധാനിപ്പിക്കും. സ്വാന്തന വചനങ്ങൾ നിങ്ങളുടെ ചെവിയിൽ പരിശുദ്ധാത്മാവ് മന്ത്രിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവിന്റെ വചനമാണ്. നമുക്ക് കർത്താവ് വേദന സമയത്ത് എന്ത് ചെയ്യുകയാണ്? പിന്നീട് സ്തോത്രഗീതം ആലപിക്കുകയാണ്. എന്നെ യുവദാസ് കൊടുക്കും, ശിഷ്യന്മാർ വിട്ടുപോകും, ആരും ഉണ്ടാവുകയില്ല, വലിയ പീഡകൾ ഏറ്റെടുക്കേണ്ടി വരും എന്ന് ഈശോ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർ ഒരുമിച്ച് സ്തോത്രഗീതം ആലപിച്ചു. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം 30 ലിഖിതം. അവർ ഒരുമിച്ച് സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി ദൈവത്തെ സ്തുതിക്കുകയാണ്.
എനിക്ക് കിട്ടുന്ന സഹനങ്ങൾ, എൻ്റെ വേദനകൾ, എന്നെ ചതിക്കുന്നവര് എൻ്റെ മുമ്പിലുണ്ട്. അവരോടൊപ്പം ഞാൻ ഇതാ ദൈവമേ അങ്ങേ ആരാധിക്കുന്നു. എന്നിട്ട് ഒലിവുമല കയറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒലിവുമല കയറുന്നത് എന്തുകൊണ്ടാ? ആ വേദനയിൽ നിന്ന് മാറാൻ വേണ്ടിയല്ല, തന്നെ ചതിച്ചവത്തിനെ ഓർത്തുള്ള സങ്കടമാണ് ഒലിവുമല ചവിട്ടുന്നത്. ഇതേ സംഭവം നമ്മൾ പഴയ നിയമത്തിൽ 2 സാമുവേൽ 15-ാം അധ്യായത്തിൽ 30-ാമത്തെ തിരുവചനം കാണും. ദാവീദ് നഗ്നപാതനായി തലമൂടി കരഞ്ഞുകൊണ്ട് ഒലിവുമലയുടെ കയറ്റം കയറി. അവനോട് കൂടി ഉണ്ടായിരുന്നവരെല്ലാം തലമൂടിയിരുന്നു. അവരും കരഞ്ഞുകൊണ്ട് അവനെ പിന്തുടർന്നു. എന്തുകൊണ്ടാ ദാവീദ് നഗ്നപാതനായി ഒലിവുമലയുടെ കയറ്റം കയറിയത്? പ്രിയപ്പെട്ട ദൈവമക്കളെ, താൻ പ്രിയപ്പെട്ടവനെന്നും തൻ്റെ സന്തത സഹചാരിയുമായ ഒരാളുണ്ടായിരുന്നു ദാവീദിന്. ആരായിരുന്നു? അവന്റെ പ്രിയപ്പെട്ട സൈന്യാധിപൻ അഹീതോഫൽ. അഹീതോഫൽ ആയിരുന്നു അവന്റെ പ്രിയപ്പെട്ട സഹചാരി. അഹീതോഫൽ എന്ത് ചെയ്തു? തൻ്റെ ഹൃദയം മുഴുവൻ പകർന്നു കൊടുത്ത ആളാണ്. തൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന അഹീതോഫൽ. അവനെന്ത് ചെയ്തു? അവൻ തൻ്റെ പ്രിയപ്പെട്ട മകനായ അബ്സലോം ദാവീദിനെതിരായി തിരിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദാവീദിന്റെ പക്ഷം വിട്ട് അബ്സലോമിന്റെ പക്ഷം ചേർന്നത് അറിയുകയാണ് ദാവീദ്. അതറിഞ്ഞപ്പോൾ ഇത്രയും വിശ്വസ്തനായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്നെ വിട്ടുപോയല്ലോ, ഇനി എനിക്ക് എന്താ? മക്കള് പോയത് കൊണ്ടോ അല്ലെങ്കിൽ ജീവിത പങ്കാളിമാർ വിട്ടുപോയത് കൊണ്ടോ അത് രാജ്യം തകർന്നതിൽ ഒന്നും ദാവീദിന് സങ്കടമില്ല. പക്ഷേ തൻ്റെ വിശ്വസ്തദാസനായ അഹീതോഫൽ തന്നെ വിട്ടുപോയപ്പോൾ, ശത്രുപക്ഷം ചേർന്നപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ വാള് കുത്തിയിറക്കുന്ന വേദനയുണ്ട്. അതുകൊണ്ടാ തകർന്ന തരിപ്പണമായ ദാവീദ് തല മൂടിക്കൊണ്ട് ഒലിവുമലയുടെ കയറ്റുകയാണ്. ഇതുപോലെ തന്നെ തന്നോട് ചേർന്ന് തൻ്റെ പാത്രത്തിൽ ആദ്യത്തെ അപ്പം മുക്കി ഭക്ഷിച്ച്, തന്നോട് സംസാരിച്ച്, തന്നെയൊപ്പം യാത്ര ചെയ്ത്, തൻ്റെ എന്താ പറയുക എല്ലാ കാര്യങ്ങളും പങ്കുവെച്ച് നടന്ന യൂദാസും പത്രോസും ഒക്കെ തന്നെ വിട്ടുപോകുകയും ചതിയിലൂടെ 30 വെള്ളിക്കാശിന് വേണ്ടി തന്നെ ഒറ്റുകൊടുത്ത യൂദാസിന്റെ മുഖം കണ്ടപ്പോൾ സഹിക്കാൻ പറ്റാതെ ഈശോ നഗ്നപാതനായി ഒലിവുമലയിൽ കയറ്റം കയറി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ ഇതുപോലെ സങ്കടത്തിലൂടെ കടന്നു പോകുകയാണെന്ന് ഓർത്തോ. അപ്പോൾ നിങ്ങളുടെ കണ്ണുനീര് കർത്താവിന് കാൽക്കൽ വെക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പലരെയും വിശ്വാസത്തോടെ ചേർത്ത് പിടിക്കും. ജീവിതാവസാനം വരെ ഒരുമിച്ച് ചേർത്ത് പിടിക്കും. നമ്മളെല്ലാവർക്കും കൊടുക്കും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം. പക്ഷെ അവർ നമുക്ക് തിരിച്ചു നൽകിയതോ ഒരു ആത്മാർത്ഥതയില്ല. ചതി, വഞ്ചന, അത് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുമ്പോട്ട് ജീവിക്കാൻ പോലും നമ്മൾ ആഗ്രഹം തോന്നില്ല. അവിശ്വസ്തത വളരെ മോശം, വളരെ വേദനാജനകമാണ്. പഴയ നിയമത്തിൽ ദൈവം ഇസ്രായേൽ ജനവുമായിട്ടൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഇസ്രായേൽ ജനം അവരെ വിടുവിച്ച് കൊണ്ടുവരികയാണ് മോശ. എന്നിട്ട് അവരെന്ത് ചെയ്തു? അവർ സീനായിൽ വെച്ചൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലൂടെ അവർ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ മക്കളായി. അവർക്ക് ദൈവം പ്രിയപ്പെട്ടവനായി. എന്നാൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് കയറിയപ്പോൾ ആ നിമിഷം അവർ കാളക്കുട്ടി ഉണ്ടാക്കി ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. അത് ദൈവത്തിന് വലിയ വേദനയുണ്ടാക്കി. ആ ഒരു അവിശ്വസ്തത അതെന്ത് ചെയ്തു? കർത്താവിന്റെ കോപം അവർക്കെതിരെ ആളിക്കത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം ഉഗ്രമായി കോപിക്കുകയാണ്. കോപം എന്നാന്ന് ചോദിച്ചാൽ മുറിവേറ്റ സ്നേഹമാണ് കോപം. കർത്താവ് മുറിവേറ്റു. കാരണം തൻ്റെ പ്രിയപ്പെട്ട മക്കളാണ് വിട്ടുപോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹെൽമുട്ട് തിലക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഗ്രന്ഥകാരനുണ്ട്. അദ്ദേഹം തൻ്റെ പുസ്തകത്തിൽ ഒരു സംഭവം എഴുതിയിരിക്കുന്നുണ്ട്. ഹിറ്റ്ലറിനെ